പ്രിയ കൂട്ടുകാർക്ക് മാസ്റ്റ്രീംസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ചേരിചേരാ പ്രസ്ഥാനം വരെയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. 1ാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം മുഴുവൻ തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഈ ഇന്നത്തെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 1ാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുകയാണ് ചെയ്തത്. 1ാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ തുർക്കി പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ ഭാഗത്തായിരുന്നു. തുർക്കി പരാജയപ്പെട്ടതോടുകൂടി ഈ പ്രദേശം മുഴുവൻ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. ബ്രിട്ടനും സഖ്യകക്ഷികളും വിജയിച്ച രാജ്യങ്ങളിൽപ്പെട്ടവരായിരുന്നു. നമ്മളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ കോളനികളും സ്ഥലങ്ങളും ഒക്കെ പിടിച്ചെടുക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടന്റെ നിയന്ത്രണത്തിലാണ് ഈ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം പിന്നീട് 1ാം ലോക യുദ്ധത്തിന് ശേഷം ആയത്. ഈ 1ാം ലോക യുദ്ധ സമയത്ത് ജൂതന്മാരുടെ ഭാഗത്ത് നിന്നും ബ്രിട്ടന് വളരെ വലിയ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സഹായത്തിന് പ്രത്യുപകാരമായിട്ട് ജൂതന്മാർക്ക് മാത്രമായിട്ട് പശ്ചിമേഷ്യയിലെ ഒരു രാജ്യം അനുവദിക്കും എന്ന് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഇത് ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതായത് 1ാം ലോക യുദ്ധത്തില് ജൂതന്മാരുടെ ഭാഗത്ത് നിന്ന് ബ്രിട്ടന് വളരെയധികം സഹായം ലഭിക്കുകയുണ്ടായി. അപ്പൊ ജൂതന്മാർ നൽകിയിട്ടുള്ള ഈ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക രാജ്യം അനുവദിച്ചു കൊടുക്കാം. ഇവിടെ പശ്ചിമേഷ്യയിൽ ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം അനുവദിച്ചു കൊടുക്കാം എന്ന് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഇതാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ജൂതന്മാർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരൊരു പ്രസ്ഥാനം രൂപീകരിച്ചു. അത് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു? ഇതിനു വേണ്ടി ഒരു പ്രസ്ഥാനം തന്നെ രൂപീകരിച്ചു. ഈ പ്രസ്ഥാനം സിയോണിസം എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് തന്നെ തിയേഡർ ഹെർഷൽ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത്തരത്തില് ജൂതന്മാര് സിയോണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിച്ചു. നമ്മൾ നാസിസത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരെ ശക്തമായ അതിക്രമങ്ങൾ നടത്തുന്നുണ്ടായിട്ടുണ്ട്, അല്ലെ? ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഒരു പ്രവണതയുമായിട്ടാണ് ഹിറ്റ്ലർ മുന്നോട്ട് പോയിരുന്നത്. അപ്പോ ഹിറ്റ്ലർ ജർമ്മനിയില് ജൂതന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള ഈ അതിക്രമങ്ങള് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തിന്റെ തീവ്രത കൂട്ടി. അതായത് ഈ അതിക്രമങ്ങളും കൂടി ആയപ്പോ, ജൂതന്മാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വന്നപ്പോ ലോകത്തുള്ള ജൂതന്മാരെല്ലാവരും കൂടി അവർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം ഉണ്ടാവുക. അപ്പൊ അവര് പല സ്ഥലങ്ങളിൽ ഈ ജർമ്മനിയിൽ നിന്നും ഹിറ്റ്ലറുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ജൂതന്മാർക്കൊക്കെ എന്ത് ചെയ്യാം? അവരുടെ സ്വന്തമായിട്ടുള്ള രാജ്യത്ത് വന്ന് താമസമർപ്പിക്കാം, അല്ലെ? അപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹിറ്റ്ലറുടെ ഈ ജർമ്മനിയിലെ ജൂതന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങള് ഇത്തരത്തില് ജൂതന്മാർക്ക് വേണ്ടിയുള്ള ഒരു രാജ്യം സ്ഥാപിക്കണം എന്ന് പറയുന്ന ആവശ്യത്തിന്റെ തീവ്രത കൂട്ടി. അങ്ങനെയാണ് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. ജൂതന്മാർക്ക് മാത്രമായിട്ട് ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു 1948. ഇതിനെ തുടർന്ന് ഇസ്രായേലും അതുപോലെ അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂതന്മാർക്ക് വേണ്ടി മാത്രം ഉള്ള രാജ്യങ്ങളാണ്, അല്ലെ? മാത്രം രൂപീകരിച്ച ഒരു രാജ്യമാണ്. അപ്പൊ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ ഉണ്ടായി. ഈ യുദ്ധത്തില് ഇസ്രായേൽ എന്ത് ചെയ്തു? പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം കൈവശപ്പെടുത്തി. ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള യുദ്ധത്തില് ഇസ്രായേല് പാലസ്തീൻ എന്ന പ്രദേശം കൈവശപ്പെടുത്തുകയുണ്ടായി. പാലസ്തീനുള്ള പല ആളുകളും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട്, മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളിലൊക്കെ പോയിട്ട് അഭയം പ്രാപിച്ചു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഈ പാലസ്തീനിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പിന്നീട് അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം. ഇപ്പൊ നിലവില് യുദ്ധത്തിൽ ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തിയപ്പോൾ പാലസ്തീന്റെ നിയന്ത്രണം മുഴുവൻ ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇസ്രായേലിന്റെ കീഴിലാണ് അവര് ഭരിക്കപ്പെടുന്നത്, പാലസ്തീനിലുള്ള ആളുകൾ. അപ്പോൾ പാലസ്തീനിലുള്ള ആളുകൾക്ക് എന്തായി? അവർക്ക് സ്വന്തമായിട്ട്, അവർക്ക് സ്വതന്ത്രമായ ഒരു രാജ്യമായിട്ട് അവരെ മാറ്റണം, അവർക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പേരാണ്
പാലസ്തീൻ വിമോചന സംഘടന PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, PLO, പാലസ്തീൻ വിമോചന സംഘടന. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം കൈവശപ്പെടുത്തി. അപ്പൊ ഇതുപോലെ ജൂതരാഷ്ട്രമായിട്ടുള്ള ഇസ്രായേലിന്റെ കീഴിൽ കഴിയേണ്ടി വന്ന പാലസ്തീൻകാർ എന്ത് ചെയ്തു? തങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു രാജ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. അതിനുവേണ്ടി അവര് പാലസ്തീൻ വിമോചന സംഘടന PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. യാസർ അറഫാത്താണ് അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നത്. യാസർ അറഫാത്താണ് പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനായിട്ട് അവരോധിക്കപ്പെട്ടത്. പാലസ്തീൻ വിമോചന സംഘടന നേതൃത്വം നൽകുന്ന പാലസ്തീൻകാരും അതുപോലെ ഇസ്രായേലും തമ്മിൽ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു കരാർ ഇവർ തമ്മിൽ ഉറപ്പുവെച്ചു. അത് ഓസ്ലോ കരാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് പാലസ്തീൻ വിമോചന സംഘടനയുടെ നേതൃത്വത്തിലെ പാലസ്തീൻ എന്ന് പറയുന്ന പലസ്തീൻകാർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രം തന്നെ, സ്വതന്ത്രമായ രാഷ്ട്രം വേണമെന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പാലസ്തീൻകാരും ഇസ്രായേൽക്കാരും തമ്മിൽ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി. അതുകൊണ്ട് ഈ കരാറ് പൂർണ്ണമായും നടപ്പായില്ല. അതുകൊണ്ടാണ് ഈ അടുത്ത കാലം വരെ ഇപ്പോഴും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി നിലനിൽക്കുന്നത്. ഈ അടുത്ത കാലം വരെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലാണ് ഇസ്രായേലും പാലസ്തീനും രൂപവൽക്കരിക്കപ്പെടുന്നത്. ലോകത്തിലുള്ള എണ്ണസമ്പത്തിന്റെ പകുതി ഭാഗവും പശ്ചിമേഷ്യയിലായിരുന്നു, ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗം, അതായത് പ്രത്യേകിച്ചും അറബി രാജ്യങ്ങളിൽ. ലോകത്തിലുള്ള എണ്ണസമ്പത്തിന്റെ പകുതി ഭാഗവും പശ്ചിമേഷ്യയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കൊരു സംഘടന രൂപീകരിച്ചിരുന്നു, OPEC എന്ന പേരിൽ, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, OPEC എന്ന പേരിൽ പെട്രോളിയം കയറ്റുമതി എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടനയുണ്ടായിരുന്നു. പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ OPEC എന്ന് പറയുന്ന സംഘടന, എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന, എണ്ണ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഉപയോഗിച്ചു. എങ്ങനെയാണ്? അവർ എണ്ണയുടെ ഉൽപാദനം കുറച്ചു, അതുപോലെ വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. OPEC എന്ന് പറയുന്നത് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ്. ഇവര് ഈ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പാലസ്തീൻ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിനുവേണ്ടി ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് എണ്ണയെ ഉപയോഗിച്ചു. അവരെന്താ ചെയ്തത്? എണ്ണയുടെ ഉൽപാദനം കുറയ്ക്കുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എണ്ണയ്ക്ക് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും. അപ്പോൾ വൻകിട രാജ്യങ്ങളായ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ, അല്ലെ, ഈ മുതലാളിത്ത രാജ്യങ്ങൾ, അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് എണ്ണ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. അതുകൊണ്ട് അവരുടെ ആവശ്യം എന്തായിരുന്നു? പാലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അമേരിക്ക പാലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. 1993 അമേരിക്ക പാലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അപ്പൊ എന്തായിരുന്നു? എണ്ണ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത്? അതായത് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായിട്ടുള്ള OPEC പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ എണ്ണ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? എണ്ണ ഉൽപാദനം കുറയ്ക്കുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. എണ്ണയുടെ ഉൽപാദനം കുറയ്ക്കുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ എണ്ണയ്ക്ക് വളരെയധികം ഡിമാൻഡായി. അപ്പോൾ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് എണ്ണ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ അമേരിക്ക ഇടപെട്ടു. അങ്ങനെയാണ് 1993 അമേരിക്ക ഈ പ്രശ്നത്തിൽ മധ്യസ്ഥം വഹിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇതിലിടപെട്ടു. അമേരിക്ക മധ്യസ്ഥത വഹിച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ 1993 ഇസ്രായേലും പാലസ്തീനും തമ്മിൽ എന്ത് ചെയ്തു? ഒരു കരാർ ഉണ്ടാക്കി. ഓസ്ലോ കരാർ എന്നാണ് അത് അറിയപ്പെട്ടത്. ഓസ്ലോ ഉടമ്പടി. ഈ ഓസ്ലോ ഉടമ്പടി പ്രകാരം പാലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേല് അംഗീകാരം നൽകി. പാലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ ഉടമ്പടി പ്രകാരം ഇസ്രായേൽ അനുവാദം നൽകി. ഇങ്ങനെയാണ് പാലസ്തീൻ രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ അവിടെ പ്രശ്നം അവസാനിച്ചില്ല. കാരണം ജൂതരുടെ പുണ്യഭൂമിയായിട്ടുള്ള ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം പാലസ്തീനിലാണ്. ജൂതരുടെ പുണ്യഭൂമിയായിട്ടുള്ള ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം പാലസ്തീനിലായിരുന്നു. അപ്പൊ ഈ കരാർ പ്രകാരം ജൂതന്മാർക്ക് ഈ ജെറുസലേമിൽ വരാനും ഒക്കെയുള്ള അവകാശങ്ങൾ അവിടെ
കരാർ പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ജെറുസലേം എന്ന പ്രദേശം കൂടി തങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യത്തോടു കൂടി ഇസ്രായേലും പാലസ്തീനും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് ഈ കരാറ് പൂർണ്ണമായും നടപ്പായില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി നിലനിൽക്കുന്നത്. ഈ അടുത്ത കാലം വരെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലാണ് ഇസ്രായേലും പാലസ്തീനും രൂപവൽക്കരിക്കപ്പെടുന്നത്. അടുത്ത ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ്. നമുക്കറിയാം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തിലെ വൻ ശക്തികളായിട്ട് ഉയർന്നു വന്നു. മാത്രമല്ല, ഇവർ അമേരിക്ക മുതലാളിത്ത വ്യവസ്ഥിതിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളെ നയിക്കുന്ന ഒരു വിഭാഗവും, അതുപോലെ റഷ്യയുടെ നേതൃത്വത്തിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെ, സോഷ്യലിസ്റ്റ് ആശയങ്ങള് പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ ഒരു ചേരിയും, അങ്ങനെ രണ്ട് ചേരികളായിട്ട് മാറി. ഇരുധ്രുവ ലോകം എന്നാണ് ഇത് അറിയപ്പെട്ടത്, അല്ലെ? അമേരിക്കയുടെ നേതൃത്വത്തിലെ മുതലാളിത്ത രാജ്യങ്ങളും അതുപോലെ റഷ്യയുടെ നേതൃത്വത്തില് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളും, അങ്ങനെ രണ്ട് ചേരികളായിട്ട് നിലനിന്നു. അപ്പൊ ഇത് ഇരുധ്രുവ ലോകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയനിലെ ഗോർബച്ചേവ് റഷ്യയുടെ പ്രസിഡന്റായിട്ട്, സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായിട്ട് വരുന്നത്. സോവിയറ്റ് യൂണിയനിലെ ഗോർബച്ചേവ് ചില ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. എന്തൊക്കെയായിരുന്നു? അപ്പൊ ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയ്ക്ക എന്നീ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന രണ്ട് ഭരണ പരിഷ്കാരങ്ങളാണ്. ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയ്ക്ക എന്നിവ മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്ലാസ്നോസ്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് ഒരു തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായിട്ടാണ് ഗ്ലാസ്നോസ്ത് കൊണ്ടുവന്നത്. രാഷ്ട്രീയ രംഗത്ത് ഒരു തുറന്ന സമീപനം, അതായത് എല്ലാ പൗരാവകാശങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പത്രങ്ങൾക്ക് മറ്റു മാധ്യമങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങളൊക്കെ നീക്കം ചെയ്തു. പൗരാവകാശങ്ങൾ, ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ഉള്ള നിയമാവലികൾ, അതുപോലെ പത്രമാധ്യമങ്ങൾ, ഇവരൊക്കെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ചില നിയന്ത്രണങ്ങളൊക്കെ രാജ്യത്തുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഇല്ലാതാക്കി. പൗരാവകാശങ്ങളിലും അതുപോലെ പത്രമാധ്യമങ്ങളുടെ മേലുമുള്ള നിയന്ത്രണങ്ങളൊക്കെ ഇല്ലാതാക്കി. ഇതാണ് ഗ്ലാസ്നോസ്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയ ഒരു നയമാണ് പെരിസ്ട്രോയ്ക്ക. അത് സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ഭരണപരിഷ്കാരമാണ് പെരിസ്ട്രോയ്ക്ക. സോവിയറ്റ് യൂണിയന്റെ സമ്പദ് വ്യവസ്ഥയുടെ പരിഷ്കാരങ്ങൾ വരുത്താനായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക പരിഷ്കാരമാണ് എന്ത് പെരിസ്ട്രോയ്ക്ക എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് രണ്ട് ഭരണപരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്. അതായത് ഈ പെരിസ്ട്രോയ്ക്കയുടെ ഭാഗമായിട്ട് ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രമാണ്. റഷ്യൻ വിപ്ലവത്തിന് ശേഷം റഷ്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്ത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ നടത്തുകയായിരുന്നു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കിക്കൊണ്ടല്ലേ ഗവൺമെന്റ് നേരിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ട് ജനങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാക്കിയിട്ട് അത് ഏറ്റെടുക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഉൽപാദന മേഖല, ഫാക്ടറികളും വ്യവസായശാലകളൊക്കെ എന്ത് ചെയ്തു? സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു. ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം, അല്ലെങ്കിൽ രാഷ്ട്രമാണത് നിയന്ത്രിച്ചിരുന്നത്. ഫാക്ടറികളും വ്യവസായങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു, ഗവൺമെന്റ് നേരിട്ട് നിയന്ത്രിച്ചതായിരുന്നു. പക്ഷേ ഇതിനൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് അതിന്റെ നിയന്ത്രണം കൊടുക്കാൻ ഈ പെരിസ്ട്രോയ്ക്ക എന്ന് പറയുന്ന സാമ്പത്തിക പരിഷ്കാരത്തിലൂടെ ഗോർബച്ചേവ് തീരുമാനിച്ചു. അതുപോലെ തന്നെ കേന്ദ്രീകൃത ആസൂത്രണം, അതായത് ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന രാജ്യത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ഗവൺമെന്റ് ആയിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുകയാണ്. അപ്പൊ ഗോർബച്ചേവ് ഇങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ള ഈ രണ്ട് ഭരണ പരിഷ്കാരങ്ങള് റഷ്യയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഒരു കാര്യമാണ് മിഖായിൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ. ഏതൊക്കെയായിരുന്നു? ഗ്ലാസ്നോസ്ത്, അതുപോലെ പെരിസ്ട്രോയ്ക്ക. ഈ രണ്ട് ഭരണ പരിഷ്കാരങ്ങള് റഷ്യയുടെ തകർച്ചയ്ക്ക് കാരണമായി. പിന്നെ എന്താണ് കാരണമായത്? സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് രണ്ടാമത്തേത്. അതായത് നമുക്കറിയാം, സോഷ്യലിസ്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. അതായത് പൊതു ആശയങ്ങൾക്ക്, മുതലാളിത്തമല്ല, ജനങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികൾക്കും കർഷകർക്കും എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു രാഷ്ട്രം. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ.
ഈ തീരുമാനമൊക്കെ സോഷ്യലിസത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്നും മാറി നിൽക്കലാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യാവകാശം നൽകുന്നതാണ്. ഗവൺമെന്റ് നേരിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ട് നടത്തിയിരുന്നതൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, സ്വകാര്യ വ്യക്തികൾക്ക് അതിന്റെ നിയന്ത്രണങ്ങൾ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് അവര് വ്യതിചലിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം, ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയും അഴിമതിയാണ്. അപ്പൊ ഈ കാലഘട്ടത്തില് അഴിമതി വർദ്ധിച്ചു, രാഷ്ട്രത്തിലെ അഴിമതി വർദ്ധിച്ചു. ഉദ്യോഗസ്ഥന്മാരെ ആത്മാർത്ഥത ഇല്ലാത്ത ആളുകളായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായ മറ്റൊരു കാരണമാണ് സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം. ലോകമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് സാമ്പത്തിക രംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ തന്നെ, സാമ്പത്തിക രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രീതിയിൽ പ്രവർത്തിക്കാൻ റഷ്യ പരാജയപ്പെട്ടു, സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക നില ആകെ തകർന്നത്. അതായത് ഏതൊക്കെയായിരുന്നു? 20-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തില് സോവിയറ്റ് യൂണിയൻ തകർച്ചയുടെ വക്കിലെത്തി. എന്തായിരുന്നു കാരണങ്ങൾ? ഒന്ന്, മിഖായേൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ, അല്ലെ? മിഖായേൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലാസ്നോസ്ത്, അതുപോലെ പെരിസ്ട്രോയ്ക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണ പരിഷ്കാരങ്ങൾ. രണ്ടാമത്തേത്, സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു സമീപനം, അല്ലെ? സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. മൂന്നാമത്തേത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണ്, ഉദ്യോഗസ്ഥരുടെ അഴിമതി. നാലാമത്തേത് സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടു. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് എന്തായത്, സോവിയറ്റ് യൂണിയൻ തകർച്ചയുടെ വക്കിലെത്തിയത്. 1991 ഗോർബച്ചേവ് എന്ത് ചെയ്തു? പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാഷ്ട്രം ഇതുപോലെ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ 1991 ഗോർബച്ചേവ് എന്ത് ചെയ്തു? പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടുകൂടി സോവിയറ്റ് യൂണിയൻ ആകെ തകർന്നു എന്ന് പറയാം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ശീതസമരം അവസാനിച്ചു. നമുക്കറിയാം, ശീതസമരം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും അവർ തമ്മിൽ അകം കൊണ്ടുണ്ടായിരുന്ന ഒരു സമരമാണ്. അപ്പൊ ഈ ശീതസമരം അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ റഷ്യ ആകെ തകർന്നു. അപ്പൊ റഷ്യയുടെ ഭാഗം ആകെ തകർന്നു പോയി. ഇതോടുകൂടി എന്ത് ചെയ്യാണ്? അമേരിക്ക വളർന്നു വരികയാണ്. അമേരിക്ക ഒരൊറ്റ ശക്തിയായി, ലോകത്തിലെ വൻ ശക്തിയായിട്ട് അമേരിക്ക മാറുകയാണ്. റഷ്യയുടെ തകർച്ചയോടുകൂടി ഇരുധ്രുവ ലോകം എന്നത് മാറിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലെ ഏകധ്രുവ ലോകം ഉയർന്നു വരികയുമാണ് ചെയ്തത്. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോട് കൂടിയിട്ട് അമേരിക്ക ആഗോള ശക്തിയായിട്ട് മാറി. അതുപോലെ തന്നെ ലോക രാഷ്ട്രത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്തായി? അമേരിക്കയായിട്ട് മാറി. ഇതുപോലെ ഈ ഇരുധ്രുവ ലോകം എന്ന് പറയുന്ന ഒരു 2 ചേരികൾ അവസാനിച്ചു. ഏകധ്രുവ ലോകം ഉയർന്നു വന്നു. അപ്പൊ ഇവിടെ അമേരിക്ക ചെയ്തത്, ഈ ആധിപത്യം അവർക്ക് നിലനിർത്തണം, അല്ലെ? അമേരിക്കയ്ക്ക് ആഗോളപരമായിട്ട് ആഗോള ശക്തിയായിട്ട് അമേരിക്ക മാറി. അപ്പൊ അമേരിക്ക എന്ത് ചെയ്യണം? ഈ ഒരു ആഗോള ശക്തിയായിട്ട് മാറിയ ഈ ഒരു അവസ്ഥ നിലനിർത്തണം. അമേരിക്കയ്ക്ക് ഇക്കാലവും ലോകത്തിലെ വൻകിട ശക്തിയായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഉയർന്ന ശക്തിയായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി, ആ ആധിപത്യം നിലനിർത്താൻ വേണ്ടി പല തന്ത്രങ്ങളും അവര് ആവിഷ്കരിച്ചു. ഏതൊക്കെയാണ് ആ തന്ത്രങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകി. മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ, സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും സഹായം നൽകാൻ തുടങ്ങി. അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികളിലൂടെയാണ് അവർ ബന്ധപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടനിലക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ സൈനികമായിട്ടും സഹായങ്ങൾ നൽകി. ആയുധങ്ങളുടെ ഇടപാടും ഒക്കെ നടത്താൻ തുടങ്ങി. സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. മറ്റ് ചില രാജ്യങ്ങളുമായിട്ട് സൈനിക സഖ്യങ്ങളൊക്കെ അത് വ്യാപിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു. നമുക്കറിയാം, ജനമനസ്സുകളില് മാധ്യമങ്ങൾക്ക് വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയും. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് മാധ്യമങ്ങളെ കൂടി അമേരിക്ക ഉപയോഗിക്കാൻ തുടങ്ങി. മാധ്യമങ്ങളിലൂടെ അമേരിക്കയുടെ പ്രവൃത്തികളെ എടുത്തു കാണിക്കുകയും ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യാൻ ഇത് കാരണമായി. അപ്പൊ ഇത്തരത്തില് അമേരിക്ക അവരുടെ ഏകധ്രുവ ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. എന്തൊക്കെയായിരുന്നു? അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും സഹായങ്ങളൊക്കെ നൽകി. അതുപോലെ സൈനിക സഖ്യങ്ങൾ, സൈനിക കൂട്ടുകെട്ടുകളൊക്കെ വ്യാപിപ്പിച്ചു. മാധ്യമങ്ങളെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇത്തരത്തിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളാണ്
ഗൾഫ് യുദ്ധത്തിന് കാരണമായത്. ഗൾഫ് യുദ്ധം നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ഗൾഫ് യുദ്ധം 1991-ലും 2003-ലും നടന്ന യുദ്ധങ്ങളാണ് ഗൾഫ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് കാരണം എന്താണ്? അതായത് ഇതിന്റെ തുടക്കം 1980-ലാണ്. 1980-ല് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. 1980-ല് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചത് ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാഖ് കുവൈറ്റിനെ കീഴടക്കുകയാണ് ചെയ്തത്. 1980-ല് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്തു? കുവൈറ്റിനെ ഇറാഖ് കീഴടക്കി. അപ്പോൾ നമുക്കറിയാം, ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ നിലവിലുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ UNO ഇതിൽ ഇടപെട്ടു, ഐക്യരാഷ്ട്രസഭ ഇതിൽ ഇടപെട്ടു. കുവൈറ്റിനെ മോചിപ്പിക്കണമെന്ന് ഇറാഖിനോട് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. എന്നാൽ ഇറാഖ് അതിന് കൂട്ടാക്കിയില്ല. 1980-ല് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. കുവൈറ്റിനെ അവരുടെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന്, കുവൈറ്റിനെ മോചിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഇറാഖിനോട് ആവശ്യപ്പെടുകയാണ്. ഇറാഖ് അതിന് കൂട്ടാക്കിയില്ല. UNOയുടെ നിർദ്ദേശപ്രകാരം വൻകിട രാജ്യങ്ങൾ ഇതിൽ ഇടപെടുകയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു. അങ്ങനെ അമേരിക്കയും മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യാണ്? ഇറാഖിനെ ആക്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കുവൈറ്റിനെ മോചിപ്പിക്കാൻ വേണ്ടി അല്ലെ. കുവൈറ്റിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇറാഖിനെ ഇവർ ആക്രമിക്കുകയാണ്. അമേരിക്ക മറ്റു രാജ്യങ്ങളും ചേർന്ന് ആക്രമിക്കുകയാണ്. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും കുവൈറ്റിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ യുദ്ധമാണ് ഗൾഫ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇതിലൊരു ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു. അമേരിക്കയുടെ കണ്ണില് എണ്ണയായിരുന്നു ലക്ഷ്യം. അതായത് കുവൈറ്റ്, അതുപോലെ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ധാരാളം എണ്ണ സമ്പത്തുള്ള രാജ്യങ്ങളാണ്. എണ്ണ സമ്പത്തുള്ള ഈ രാജ്യങ്ങൾ, അവിടുത്തെ എണ്ണയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കച്ചവട ലക്ഷ്യം തന്നെയാണ്. കൂടുതൽ ലാഭം ഉണ്ടാക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഇതിൽ ഇടപെട്ടത്. അല്ലാതെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യ സൈന്യമാണ് ഇറാഖിനെ ആക്രമിച്ചിട്ട് കുവൈറ്റിനെ മോചിപ്പിച്ചത്. കൂടുതൽ ആളുകളും, അതായത് 90% പട്ടാളക്കാരുമാരുടെയായിരുന്നു അമേരിക്കയുടേത് തന്നെയായിരുന്നു. അമേരിക്കയ്ക്ക് ഇതിൽ ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ കുവൈറ്റിലും ഇറാഖിലുമുള്ള എണ്ണ സമ്പത്ത് അല്ലെ, അത് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടി അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് ഇപ്പോഴും ഫലത്തിൽ എന്തായി? ഇറാഖും കുവൈറ്റും രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പിന്നീട് മാറിയത്. ഇപ്പോഴും നിലനിൽക്കുന്ന അങ്ങനെയാണ്. ഫലത്തിൽ ഇറാഖും അതുപോലെ കുവൈറ്റും അമേരിക്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളായിട്ട് മാറി. അമേരിക്കയുടെ ഒരു നിയന്ത്രണം അവരുടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാനുള്ളത് നവസാമ്രാജ്യത്വമാണ്. സാമ്രാജ്യത്വം നമുക്കറിയാം അല്ലെ. കച്ചവടത്തിന് വേണ്ടി, കമ്പോളങ്ങൾ കണ്ടെത്താൻ വേണ്ടി യൂറോപ്യൻ രാഷ്ട്രങ്ങള് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ എത്തുകയും അവിടെ അവര് സൈനിക ശേഷിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോളനികളാക്കി ഭരിക്കുകയും ചെയ്ത ഒരു പുതിയ ഘട്ടം, അതാണ് സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇനി നവസാമ്രാജ്യത്വം, പുതിയ സാമ്രാജ്യത്വം. ഇപ്പൊ നമ്മൾ ലോകത്ത് രണ്ട് ലോകയുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭ ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നവ സാമ്രാജ്യത്വം, നിയോ ഇംപീരിയലിസം എന്ന് പറയുന്ന ടേം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പുതിയ തരത്തിലുള്ള ഒരു സാമ്രാജ്യത്വം നിലവിൽ വന്നു. അതാണ് നവസാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തായിരുന്നു അത്? ഇന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനികളാണ്. നമുക്കറിയാം, ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൽ രജിസ്റ്റർ ചെയ്യും. ഒരു കമ്പനി തുടങ്ങാൻ നമുക്ക് രജിസ്റ്റർ ചെയ്യണം അല്ലെ. ഒരു രാജ്യത്തിൽ അത് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാണ്? പ്രവർത്തിക്കുകയാണ്. ഒരു രാജ്യത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവിടെ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളിലും പോയിട്ട് അത് പ്രവർത്തിക്കുകയാണ്. 3 തരത്തിലുള്ള രാജ്യങ്ങളാണുള്ളത്. ഒന്ന് വികസിത രാജ്യങ്ങൾ, ഒന്ന് വികസ്വര രാജ്യങ്ങൾ, ഒന്ന് അവികസിത രാജ്യങ്ങൾ. വികസിത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള വൻകിട രാജ്യങ്ങളാണ്. വികസ്വര രാജ്യങ്ങൾ ഇന്ത്യയെ പോലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾ. അവികസിത രാജ്യങ്ങൾ വളരെ താഴെ തട്ടിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. അപ്പോ ഈ വികസിത രാജ്യങ്ങളിലൊക്കെയുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ അവിടെ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട്, കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ഈ വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഇവര് ഇവിടെ വന്നിട്ട് ഇത്തരത്തിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ
ഇവരുടെ ഈ വികസ്വര രാജ്യങ്ങളുടെയും അവികസിത രാജ്യങ്ങളുടെയും സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെല്ലാം അവർ ഇടപെടാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യയിലൊക്കെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മൾ പല വിദേശ കമ്പനികളെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഈ വിദേശ കമ്പനികൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ഒക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനികളായിരിക്കും. അവരെയാണ് പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും അതിനോടുള്ള എതിർപ്പുകളും ഒക്കെ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബഹുരാഷ്ട്ര കമ്പനികള് ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് മറ്റു രാഷ്ട്രങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും ഒക്കെ എത്തിച്ചേർന്നിട്ട് അവിടെയുള്ള എല്ലാ മേഖലകളിലും ഇടപെടാൻ തുടങ്ങി. സാമ്പത്തിക മേഖലയിലാവട്ടെ, സാമൂഹിക മേഖലയിലാവട്ടെ, സാംസ്കാരിക മേഖലയിലാവട്ടെ, എല്ലാ മേഖലകളിലും ഇടപെടാൻ തുടങ്ങി. ഇത്തരത്തില് അവരെന്ത് ചെയ്യാണ്? ഇവിടെ വന്ന് പ്രവർത്തനം ചെയ്ത് ഇവിടെയുള്ള സമ്പത്ത് കൊണ്ടുപോവാണ്. നമുക്കിവിടെ പ്രവർത്തനങ്ങൾ ചെയ്തു തരുന്നുണ്ട് അല്ലെ? നമ്മൾ പല പ്രവർത്തനങ്ങളും അവരെ ഏൽപ്പിക്കുന്നു, വിദേശ കമ്പനികളെയൊക്കെ ഏൽപ്പിക്കുന്നു. ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള സമ്പത്ത് അവർ കൊണ്ടുപോവാണ്. ഇത് സാമ്രാജ്യത്വത്തിന്റെ പുതിയൊരു മുഖമാണ്. മുൻകാലങ്ങളിലുണ്ടായിരുന്നത് കച്ചവടത്തിന് വേണ്ടി വന്ന് കച്ചവടം ചെയ്യുകയും അത് അങ്ങനെ ഈ ഇവിടുത്തെ സമ്പത്ത് കൊണ്ടുപോവുകയുമായിരുന്നു. അങ്ങനെയല്ല, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അതിനുള്ള പ്രതിഫലമായിട്ട് അവരെന്ത് ചെയ്യാണ്? ഇവിടുത്തെ സമ്പത്തുകൾ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ ഒരു സംഭവമാണ്, ഈ ഒരു ഘട്ടമാണ് നവസാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന് ബഹുരാഷ്ട്ര കമ്പനികൾ സമ്പത്ത് കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ സമ്പത്ത് കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് ബഹുരാഷ്ട്ര കമ്പനികൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ പുതിയൊരു ഉപഭോഗ സംസ്കാരം വളരുന്നതിന് കാരണമായി. എല്ലാ രാഷ്ട്രങ്ങളും ഇവരുടെ കമ്പോളങ്ങളായിട്ട് മാറി. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു അല്ലെ? നമുക്ക് വിദേശ രാജ്യത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടില് നമുക്ക് ലഭ്യമാവാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളില് ഇത്തരത്തിലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ വന്ന് മത്സരിക്കുമ്പോൾ അവർക്കിടയിൽ അവരോട് കിടപിടിക്കാൻ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള കമ്പനികൾക്ക് സാധിക്കാതായി അല്ലെ? സ്വാഭാവികമായിട്ടും. അപ്പൊ തദ്ദേശീയമായിട്ടുള്ള സാമ്പത്തിക മേഖല അങ്ങനെ തകരാൻ തുടങ്ങി. അപ്പൊ എന്താണ് നവസാമ്രാജ്യത്വം? രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഒരു പുതിയ തരത്തിലുള്ള ഒരു സാമ്രാജ്യത്വം നിലവിൽ വന്നു. അതായത് സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു മുഖം. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ നിലവിൽ വന്നു. ഈ ബഹുരാഷ്ട്ര കമ്പനികൾ വികസ്വരവും അതുപോലെ അവികസിതവുമായ രാജ്യങ്ങളിൽ വന്നുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അവിടുത്തെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികവുമായിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ ഇടപെടാൻ തുടങ്ങുകയും ചെയ്തു. ഇത്തരത്തില് ഈ രാജ്യങ്ങളിലേക്ക് സമ്പത്ത് കൈവശപ്പെടുത്തുന്ന ഈ ഒരു ബഹുരാഷ്ട്ര കമ്പനികളുടെ ഈ മത്സരം, ഇതാണ് നവസാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നവസാമ്രാജ്യത്തിന്റെ ഫലമായിട്ട് തദ്ദേശീയമായിട്ട് സാമ്പത്തിക മേഖല തകരാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തുള്ള തദ്ദേശീയമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഇവരോട് മത്സരിക്കാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശീയമായിട്ടുള്ള സാമ്പത്തിക മേഖല തകരാൻ തുടങ്ങി. ഇതിന്റെ ഫലമായിട്ടുണ്ടായ 3 ആശയങ്ങളാണ് നവസാമ്രാജ്യത്വത്തിന്റെ 3 ആശയങ്ങളായിരുന്നു. ഞങ്ങള് കേട്ടിട്ടുണ്ടാവും. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. നവസാമ്രാജ്യത്വത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഉദാരവൽക്കരണം, അതുപോലെ സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ വരുമ്പോൾ, പുറമെ രജിസ്റ്റർ ചെയ്തിട്ട് പുറത്തു നിന്ന് വരുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഇവിടെ ഇടപെടണമെങ്കിൽ ചില നിയമാവലികളൊക്കെ ഉണ്ടാവും നമ്മുടെ രാജ്യത്ത്. അത്തരത്തിലുള്ള നിയമാവലികളൊക്കെ ലളിതമാക്കി അവർക്ക് യഥേഷ്ടം ഇടപെടാനുള്ള അവസരം ഇവിടെ ഒരുക്കുകയാണ്. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായിട്ട് ഇറക്കുമതി നിയമങ്ങൾ, അതുപോലെ നികുതികൾ, ഇതൊക്കെ ഉദാരമാക്കി ലളിതമാക്കി മാറ്റി, എളുപ്പത്തിലുള്ളതാക്കി മാറ്റി. ഇപ്പൊ ഒരു കമ്പനിക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രവർത്തനം ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിരവധി കടമ്പകളൊക്കെ കടക്കേണ്ടി വരും. ഇതിന് വേണ്ട ലൈസൻസ് വേണം അല്ലെ? അപ്പൊ ഇത്തരത്തിൽ അവർക്ക് വേണ്ട നിയന്ത്രണങ്ങളിലൊക്കെ ലളിതമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നു. അപ്പൊ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ മൂലധനത്തിനും, അതായത് അവരെന്ത് ചെയ്യണം? അവരുടെ ഉൽപ്പന്നങ്ങൾ, അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പല കമ്പനികളും നമ്മുടെ രാഷ്ട്രത്തിൽ വന്നിട്ട് അത് വിറ്റഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ അവർ മൂലധന നിക്ഷേപം നടത്തുന്നുണ്ട്. ഇവിടെ വന്നിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട് വിദേശ നിയന്ത്രണത്തില്. അപ്പോൾ ഇതിനൊക്കെയുള്ള നിയന്ത്രണങ്ങള് ഉദാരമാക്കി. അതാണ് ഉദാരവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്നാണ് സ്വകാര്യവൽക്കരണം. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ്, സ്വകാര്യവൽക്കരിക്കുകയാണ്. അതായത് സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക
എന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത്, നമ്മുടെ വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലൊക്കെ. അപ്പൊ സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയാണ്, സ്വകാര്യ വ്യക്തികൾക്ക് ഏൽപ്പിക്കുകയാണ്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമാണ് നമ്മുടെ BSNL ഒക്കെ, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അല്ലെ? BSNL ഒക്കെ നേരത്തെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു. പിന്നീട് അത് എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. അതുപോലെ തന്നെയാണ് ഡൽഹിയിലുണ്ടായിട്ടുള്ള സംഭവം. ഡൽഹിയിലെ വൈദ്യുതി വിതരണം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡൽഹിയിലെ വൈദ്യുതി വിതരണം റിലയൻസിനെ ഏൽപ്പിച്ചു. അപ്പൊ റിലയൻസ് ആയിരുന്നു അതിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും, അതിന് അവർക്ക് തോന്നിയതുപോലെ ആവശ്യമുള്ള സമയത്ത് ചാർജുകൾ കൂട്ടാനും മറ്റുള്ള തുകകൾ പിരിച്ചെടുക്കാനും ഒക്കെയുള്ള അധികാരം ഈ കമ്പനിക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ പൊതുമേഖല അവിടെ തകർക്കപ്പെടും. സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു ദോഷമാണ്, പൊതുമേഖല തകർക്കപ്പെടും. മറ്റൊന്നാണ് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മറ്റുള്ള വിദേശ കമ്പനികൾക്കും സ്വകാര്യ കമ്പനികൾക്കും ഒക്കെ ഇവിടെ യഥേഷ്ടം ഇടപെടാനുള്ള അവസരം കൂടുതൽ ഉദാരമാക്കി, കൂടുതൽ ലളിതമാക്കി, അവസരമൊരുക്കി, അല്ലെ? അപ്പൊ അതോടുകൂടി തന്നെ വിദേശ ഉൽപ്പന്നങ്ങളൊക്കെ യഥേഷ്ടം ഇവിടെ കൊടുന്ന് വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. ഇപ്പൊ രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായിട്ട് ബന്ധിപ്പിച്ചു, അല്ലെ? നമ്മുടെ രാഷ്ട്രത്തിനകത്ത് ആഭ്യന്തര ഉൽപാദനവും ആഭ്യന്തര വിതരണവും എന്നുള്ളതിന് പകരം ലോകരാഷ്ട്രങ്ങളുമായിട്ട് ഈ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബന്ധിപ്പിക്കുകയാണ്. ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു, അല്ലെ? ബഹുരാഷ്ട്ര കമ്പനികളുടെ അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത്. അവർക്ക് യഥേഷ്ടം ഇവിടെ ഇടപെടാനുള്ള അവസരമൊരുക്കി. അവർ തമ്മിലുള്ള മത്സരമുണ്ടായി. ബഹുരാഷ്ട്ര കമ്പനികൾ തന്നെ പരസ്പരം ഇവിടുത്തെ കമ്പോളം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പരസ്പരം മത്സരിച്ചു. മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു. അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങള്, സേവനങ്ങള്, വിഭവങ്ങള്, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു, അല്ലെ? പഴയ കാലത്തൊന്നും നമ്മള് ഇവിടെയുള്ള ആളുകളൊന്നും വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെ പോയിരുന്നില്ല. ഇപ്പൊ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ പോവുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും പോവുകയും അവിടെ തൊഴിലെടുക്കുകയും ചെയ്യുന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വിദേശ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കൊണ്ട് ഓർഡർ ചെയ്താൽ നമ്മുടെ ഗ്രാമപ്രദേശത്ത് പോലും ആ വസ്തു വളരെ പെട്ടെന്ന് എത്തിച്ചേരും. അപ്പൊ ഇത്തരത്തില് ആ ഒരു ആഗോള ബന്ധം സ്ഥാപിക്കാൻ ആഗോളവൽക്കരണം കൊണ്ട് സാധിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രത്യേകതകൾ? ഒന്ന്, രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായിട്ട് ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു. മത്സരങ്ങളിലൂന്നിയിട്ടുള്ള ഒരു കമ്പോളം നിലവിൽ വന്നു. അതുപോലെ തന്നെ അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിഭവങ്ങളും മൂലധനവും പുത്തൻ സാങ്കേതിക വിദ്യകളും മനുഷ്യ വിഭവശേഷിയും ഒക്കെ ഇവിടെ എത്തിച്ചേരാൻ തുടങ്ങി. എന്നിവയുടെ ഒഴുക്ക് വർദ്ധിച്ചു. ഇതാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രത്യേകതകൾ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. നവസാമ്രാജ്യത്വത്തിന്റെ 3 ആശയങ്ങൾ. അപ്പൊ ഇത്തരത്തില് ആഗോളവൽക്കരണത്തിന് അനുസൃതമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കണം, അല്ലെ? ലോകരാജ്യങ്ങളെല്ലാം കൂടി ഇത്തരത്തിലുള്ള ഒരു ആഗോള സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള സ്ഥാപനങ്ങളാണ് ലോക ബാങ്ക്, അതുപോലെ അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന IMF, WTO, ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന. ഇവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നയങ്ങൾ രൂപീകരിക്കുകയും അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിവരവിനിമയ സാങ്കേതികയുടെ വ്യാപനം, അല്ലെ? വിവരവിനിമയ ഇൻഫർമേഷൻ ടെക്നോളജി വികസിച്ചപ്പോൾ നമുക്ക് വളരെയധികം ആഗോളവൽക്കരണം വളരെയധികം ത്വരിതപ്പെടുത്താൻ സാധിച്ചു. ഇൻഫർമേഷൻ ടെക്നോളജി കൂടി വികസിച്ചപ്പോൾ നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ രാജ്യാതിർത്തികൾ കടന്ന് നമ്മുടെ ഉൾഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേരാൻ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങി. ഇതാണ് ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകിയത്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു കാര്യം കൂടിയുള്ളൂ. ആഗോളവൽക്കരണം നമ്മുടെ വികസ്വര രാജ്യങ്ങളെ ഏത് തരത്തിലാണ് ദോഷകരമായി ബാധിച്ചത്? ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചത് എങ്ങനെയാണ്? അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം കുറെ ഗുണങ്ങളുണ്ട്, പക്ഷെ അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. ഇപ്പോൾ നമ്മുടെ
രാഷ്ട്രത്തിന്, വികസ്വര രാഷ്ട്രങ്ങൾക്ക് സ്വയം ഒരു നിലനിൽപ്പില്ല. നമുക്ക് ആഭ്യന്തരമായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആഭ്യന്തരമായി വിറ്റഴിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനുള്ള ഒരു നിലനിൽപ്പ് ഇപ്പോഴില്ല. ഇപ്പൊ നമുക്ക് നിലനിൽക്കണമെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളുടെ സഹായം കൂടി ആവശ്യമാണ്, അല്ലെ? ദേശരാഷ്ട്രം എന്ന ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു രാഷ്ട്രം, അല്ലെ? അങ്ങനെ ഒരു സങ്കല്പമേ ഇന്ന് ഇല്ലാതായി മാറിയിരിക്കുകയാണ്. ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. മറ്റൊന്ന്, തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി, അല്ലെ? തദ്ദേശീയമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഒക്കെ തകർച്ച ആഗോളവൽക്കരണം കൊണ്ട് ഉണ്ടായി. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യമൊക്കെ കാർഷിക രാജ്യമാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. 4, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു, അല്ലെ? എല്ലാം എന്ത് ചെയ്യാണ്? ഓരോന്നോരോന്നായിട്ട് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി. ജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങളൊക്കെ സർക്കാരുകൾ എന്ത് ചെയ്യാണ്? ഇത്തരത്തില് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? സ്വകാര്യ വ്യക്തികളെ, സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അവരാണ് നേരിട്ട് എന്ത് ചെയ്യുന്നത്? ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നത്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഈ സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് പിന്മാറുകയാണ്. അവസാനമായിട്ട് ഒന്നും കൂടി ഒരു പോയിന്റ്, പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു, അല്ലെ? അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവരുടെ ഇടപെടലുകൾ നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? അങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചത് എങ്ങനെയെല്ലാമാണ്? ഏതൊക്കെയാണ് പോയിന്റ്സ്? ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി. പ്രകൃതി വിഭവങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ഈ അധ്യായത്തിൽ 20-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള വിവിധ സംഭവ വികാസങ്ങളാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? 20-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള, നമ്മുടെ ലോകത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഇതുവരെ ചർച്ച ചെയ്തത്. അതായത് സാമ്രാജ്യത്വം ആണ് നമ്മൾ തുടങ്ങി വെച്ചത്, അല്ലെ? സാമ്രാജ്യത്വത്തിന്റെ ആവിർഭാവം, പിന്നെ സാമ്രാജ്യത്വം നേരിട്ട പ്രതിസന്ധികള്, സാമ്രാജ്യത്വത്തിന്റെ പ്രത്യാഘാതങ്ങള്, അതുപോലെ അതെല്ലാം തീർന്നിട്ടും നവസാമ്രാജ്യത്വം, ഇന്നത്തെ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, അല്ലെ? തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ഇതുവരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതോടുകൂടി 2-ാമത്തെ അധ്യായം ഇവിടെ മുഴുവനാകുകയാണ്.